വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ലെബനീസ് മിൽക്ക് പുഡിംഗ് അഥവാ മെഹലബിയ. അറബി നാട്ടിൽ പോയ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു ഡിഷാണിത്. സിമ്പിളായിട്ടും ഈസി ആയിട്ടും എങ്ങനെയാണ് നമ്മളിത് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതെന്ന് നോക്കുന്നത്. റെസിപ്പി ലെറ്റ്സ് ഗോ ടു ബേക്ക് ഷോപ്പ്. ഇപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലോറിലോട്ട് നമ്മുടെ പകുതി മിൽക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് പറയുന്ന പേര് കോൺഫ്ലോർ സ്ലറി എന്നാണ് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മുടെ പാൻ എടുത്ത് അതിലോട്ട് പാലൊഴിക്കുക. പാലൊഴിച്ചതിന് ശേഷം ഷുഗർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ചില ആൾക്കാർ ഇതെല്ലാം ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യും. ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്, അതേസമയം ഇത് അടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെയുള്ളൊരു ടിപ്പ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ സ്ലറി ഉണ്ടാക്കി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് പാല് ബോയിൽ ആയതിനു ശേഷം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ആ സ്ലറി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലോർ അടിയിൽ പോയി സെറ്റാവും. അപ്പോൾ നമുക്ക് തിളച്ച പാലിലോട്ട് ഒഴിക്കാൻ നേരത്ത് നമുക്ക് മൊത്തം കോൺഫ്ലോർ മിൽക്കിലോട്ട് ചെല്ലത്തില്ല. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പാല് നല്ലവണ്ണം ബോയിൽ ആയതിനു ശേഷം നമുക്ക് നമ്മുടെ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീ നല്ലോണം കുറച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ വേണ്ടി. ഇത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് ഇത് തിക്കാക്കി എടുക്കണം. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റോസ് വാട്ടറും ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സെറാമിക് ബോളിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ എളുപ്പത്തിനാണ് കേട്ടോ അങ്ങനെ സെറാമിക് ബോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം എല്ലായിടത്തും ഈക്വലാവാൻ വേണ്ടി നമുക്ക് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കത് ഗാർണിഷ് ചെയ്യാനുള്ള ആൽമണ്ട് നല്ലവണ്ണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്യുന്നത് സൈഡ് വൈസ് ആണ് ഞാൻ ചോപ്പ് ചെയ്യുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ നല്ല ഡിസൈൻ ആയിരിക്കും. കാരണം ആൽമണ്ടിൻ്റെ ഔട്ടർ ലെയറുള്ള ബ്രൗൺ കളർ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ സൈഡ് വൈസ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. മെഹലബിയ റെഡി ആയിട്ടുണ്ട്. അപ്പം അത് കണ്ടോ, നല്ല സൂപ്പറായിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ക്രീമി ടെക്സ്ചറാണ് അതിൻ്റെ. നമുക്ക് ചെറുതായിട്ട് അത് സ്ലൈസ് ചെയ്യാം. സ്ലൈസ് ചെയ്ത് നമുക്ക് പ്ലേറ്റിങ്ങിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ സ്ലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്ലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡ്രൈ നട്ട്സ് എല്ലാം മുകളിലിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം നമുക്ക് നല്ല പ്ലേറ്റ്, നല്ല ഭംഗിക്ക് നമുക്കത് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇത്. അതുകൊണ്ട് എത്ര സിമ്പിളായിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലോ. നൗ റെഡി ടു സെർവ്. താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ യു ക്യാൻ ഫോളോ മൈ ഇൻസ്റ്റാഗ്രാം പേജ് ആൻഡ് ഫേസ്ബുക്ക് പേജ്. സീ യു നെക്സ്റ്റ് ടൈം.